പറങ്കിപ്പടയെ പിടിച്ചു കെട്ടിയ കോങ്കോ ഇംഗ്ലണ്ടിനെ അട്ടിമറിക്കുമോ അതോ ഇംഗ്ലണ്ടിന്റെ പടയോട്ടം തന്നെയാകുമോ കാണുക എന്നതാണ് ഏറ്റവും വലിയ ചോദ്യമായി വരുന്നത്. ആവേശ പോരാട്ടത്തിലേക്ക് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 9:30-ക്കാണ് മത്സരം നടക്കുക. അപ്പോൾ നമ്മൾ ഇനി നേരെ പോകുന്നത് ഇംഗ്ലണ്ടിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിലെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നതാണ്. അവരുടെ ആദ്യ 3 മത്സരങ്ങളിൽ ഇങ്ങനെയായിരുന്നു അവരുടെ എല്ലാം ഉണ്ടായിരുന്നത്. 2 മത്സരത്തിൽ ജയിച്ചു, 1 സമനിലയായിരുന്നു, 1 മത്സരം പോലും തോറ്റിട്ടില്ല. 6 ഗോൾ അടിച്ചപ്പോൾ 2 ഗോൾ വഴങ്ങുകയായിരുന്നു ഇംഗ്ലണ്ട് ഉണ്ടായിരുന്നത്. ഇനി അവരുടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ ഓരോ മത്സരങ്ങളും നമുക്ക് വിശദമായി നോക്കാം. അത് ഇങ്ങനെയാണ്. ആദ്യ മത്സരത്തിൽ കരുത്തരായ ക്രൊയേഷ്യയെ 4-2 തോൽപ്പിച്ച് സ്വപ്ന തുല്യമായ ഒരു തുടക്കമായിരുന്നു ഇംഗ്ലണ്ടിന് കിട്ടിയത്. അടിയും തിരിച്ചടിയും കണ്ട മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ 2ാം പകുതിയിൽ വലിയ ആധിപത്യം പുലർത്തിക്കൊണ്ടാണ് 4-2 തകർപ്പൻ ജയം സ്വന്തമാക്കിയത്. 2ാം മത്സരത്തിലേക്ക് വന്നപ്പോൾ അവിടെ ഇംഗ്ലണ്ടിന് ചെറുതായി ഒന്ന് പതറിപ്പോയി. ഘാനയോട് സമനില വഴങ്ങി, അതും ഗോൾ രഹിത സമനിലയാണ്. അവരുടെ പ്രമുഖരായ ഹാരി കെയ്നും മുക്കായോ സാക്ക അടക്കമുള്ള വമ്പൻ താരനിരയുണ്ടായിട്ട് പോലും ഘാനയ്ക്കെതിരെ ഗോളടിക്കാത്തത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി. പക്ഷേ 3ാം മത്സരത്തിൽ പാനമയ്ക്കെതിരെ വീണ്ടും 2 ഗോളിന്റെ തകർപ്പൻ ജയം ജൂഡ് ബെല്ലിംഗ്ഹാമും ക്യാപ്റ്റൻ ഹാരി കെയ്നും നേടിയ ഗോളുകളിൽ അങ്ങനെ 2-0 ജയവും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ അത് കണ്ടത്. എന്തായാലും ഇംഗ്ലണ്ടിന് ആ കുതിപ്പ് തുടരാനാവുമോ എന്നതാണ് വലിയ ചോദ്യം. ഇനി നമ്മൾ നേരെ പോകുന്നത് കോങ്കോയുടെ പ്രകടനം എങ്ങനെയാണ് എന്നുള്ളത് തന്നെയാണ്. കോങ്കോ ആദ്യ റൗണ്ടിൽ എങ്ങനെയായിരുന്നു അവരുടെ പ്രകടനം എന്ന് നോക്കുകയാണെങ്കിൽ 3 മത്സരങ്ങളിൽ 1 ജയവും 1 സമനില 1 തോൽവി, ഇതാണ് കോങ്കോയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. ആ സമനിലയാണ് ഒരുപക്ഷെ അവരുടെ ജയത്തേക്കാൾ അവർ ഏറ്റവും സന്തോഷിക്കുന്ന കാര്യമുണ്ടാവുക. അത് പോർച്ചുഗലിനെ പോലെ ഒരു ടീമിനെതിരെ ആകുമ്പോൾ അത് ചില്ലറ സന്തോഷമൊന്നുമല്ല ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അടിച്ചത് 4 ഗോളാണ്, വഴങ്ങിയതാവട്ടെ 3 ഗോൾ വഴങ്ങുകയും ചെയ്തു. എന്തായാലും ഇനി അവരുടെ ഓരോ മത്സരവും ആർക്കെതിരെയായിരുന്നു, എന്തായിരുന്നു കോങ്കോയുടെ പ്രകടനം എന്ന് നമുക്ക് വിശദമായി നോക്കാം. ആദ്യ മത്സരം ശക്തരായ പോർച്ചുഗലിനെതിരായിരുന്നു. ആദ്യം ഗോൾ നേടി പോർച്ചുഗൽ കളി വെറുതിയലാക്കിയപ്പോൾ പിന്നിൽ നിന്ന് പൊരുതിക്കയറി തിരിച്ചടിച്ച് അവരെ ഞെട്ടിക്കുകയായിരുന്നു. 1-1 സമനില. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കൊക്കെ തന്നെ സമീപകാലത്ത് ഇത്രയേറെ മറക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു മത്സരം ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. 2ാം മത്സരത്തിൽ അവർ കൊളംബിയയോട് വീണുപോയി. 1-0 തോൽവി. പക്ഷേ കൊളംബിയ പോലൊരു ടീമിനോട് അങ്ങനെ ഒരു തോൽവി എന്ന് പറയുന്നത് ഒരു വലിയ തോൽവിയായി നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. കൊളംബിയ സമീപകാലത്ത് വമ്പൻ പ്രകടനം കാഴ്ചവെക്കുന്ന ടീമാണ്. അപ്പോൾ അവർക്കെതിരെ ആ ഒരു 1-0 തോൽവി വലിയ കുറവായി നമുക്ക് കാണാമില്ല. അതേസമയം 3ാം മത്സരം, അതാണ് അവരെ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറാൻ സഹായിച്ച മത്സരം. ഉസ്ബെക്കിസ്ഥാനെതിരായ 3-1 തകർപ്പൻ ജയത്തോടുകൂടി അങ്ങനെ അവർ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഈ കോങ്കോ പോർച്ചുഗലിനും കൊളംബിയയ്ക്കുമെതിരെ കളി വെച്ച് നോക്കുമ്പോൾ അവരുടെ ആ പ്രകടനം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന് കാര്യങ്ങൾ എളുപ്പമാകില്ല. തോമസ് ടുഷേലിന് കാര്യമായി തന്നെ പണിയെടുക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇംഗ്ലണ്ടിന്റെ സാധ്യത 11 എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിലാണ്. ഇതായിരിക്കും ഇംഗ്ലണ്ടിന്റെ സാധ്യത 11 എന്നുള്ളത്. അവരുടെ ഗോൾ മുഖത്ത് അവരുടെ ഏറ്റവും വിശ്വസ്തനായ കാവൽപടൻ ജോർദാൻ പിക്ഫോർഡ് തന്നെയാണ്. അതിലൊരു മാറ്റവുമില്ല. ഷോട്ട് സ്റ്റോപ്പർ എല്ലാ തരത്തിലും ഇംഗ്ലണ്ടിന്റെ സമീപകാലത്തെ പല നേട്ടങ്ങളിലും പ്രധാനി എന്ന് തന്നെ നമുക്ക് ജോർദാൻ പിക്ഫോർഡിനെ വിളിക്കാം. പ്രതിരോധത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ തന്നെ വരാൻ സാധ്യതയുണ്ട്. അവരുടെ പ്രതിരോധ നിര ഇതായിരിക്കും. സ്പെൻസ് ആയിരിക്കും റൈറ്റ് ബാക്കിൽ ഉണ്ടാവുക. കൊനാസി ആയിരിക്കും. കൊനാസിയൊപ്പം തന്നെ മാർക്ക് ഗുയിൻ തമ്മിലായിരിക്കും സെൻറ്റർ ബാക്കുകളായി ഉണ്ടാവുക. ഈ 2 താരങ്ങൾക്കും പിടിപ്പത് പണി ഇന്ന് കോങ്കോ നിര കൊടുക്കുമോ എന്ന് കണ്ടറിയണം. ഇനി ലെഫ്റ്റ് ബാക്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ യുവതാരം മാർക്ക് ഓറീലി ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. നിക്കോ ഓറീലി ആയിരിക്കും ഉണ്ടാവുക. ഇനി മധ്യനിര ഇതായിരിക്കും ഇംഗ്ലണ്ടിന്റെ സമീപകാലത്തെ മുന്നേറ്റത്തിലൊക്കെ തന്നെ വലിയ സഹായിച്ച ഒരു ഘടകം. പ്രത്യേകിച്ച് ഡെക്ലാൻ റൈസ് എന്ന് പറയുന്ന ആ താരം ആസ്നലിന്റെ പ്രീമിയർ ലീഗ് നേട്ടത്തിലൊക്കെ തന്നെ വലിയ പങ്കുവച്ച ഡെക്ലാൻ റൈസ് തന്നെയായിരിക്കും ഇന്നും ആ ടീമിനെ മുന്നോട്ട് നയിക്കുന്നതിൽ പ്രധാന താരം. അതായത് ആക്രമണങ്ങളുടെ മുനയൊടിക്കണം എതിർ ടീമിന്റെ ഒപ്പം തന്നെ ഇംഗ്ലണ്ടിന്റെ ആക്രമണങ്ങൾക്കൊക്കെ തന്നെ തുടക്കമിടുന്നതും ഡെക്ലാൻ റൈസ് തന്നെയായിരിക്കും. അദ്ദേഹത്തിന്റെ ഫ്രീ കിക്ക് സ്കില്ലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ഗോളൊക്കെ തന്നെ ഡെക്ലാൻ റൈസിൽ നിന്ന് വരുമോ എന്ന് തന്നെയാണ് നമ്മൾ കണ്ടിരുന്നത്. അദ്ദേഹത്തിന് കൂട്ടായി എലിയട്ട് ആൻഡേഴ്സനാണ് കൂടെ ഉണ്ടാവുക. ഇനി മുന്നേറ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ലോക ഫുട്ബോളിലെ ആരും കൊതിക്കുന്ന ഒരു മുന്നേറ്റ നിര എന്ന് തന്നെ അവർക്കുള്ളത്. ബുക്കായോ സാക്ക, ജൂഡ് ബെല്ലിംഗ്ഹാം, റാഷ്ഫോർഡ്. ഒരു ജൂഡ് ബെല്ലിംഗ്ഹാമിനെ കുറിച്ച് വളരെ നല്ലൊരു കൗതുകം വരുന്നത് ജൂഡ് ബെല്ലിംഗ്ഹാം ഇംഗ്ലീഷ് കുപ്പായത്തിലേക്ക് വരുമ്പോൾ അത്ര നല്ല കളിയല്ല എന്നതായിരുന്നു പരക്കെയുള്ള പരാതി. പക്ഷേ ഈ ലോകകപ്പോടുകൂടി അതിന് മാറ്റം വന്നിരിക്കുന്നു. ജൂഡ് ബെല്ലിംഗ്ഹാം തകർത്ത് കളിക്കുന്ന കാഴ്ചയാണ്. പല മത്സരങ്ങളിലും അദ്ദേഹമാണ് മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പോലും. എന്തായാലും ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ആ നമ്പർ 10 പൊസിഷനിൽ നിന്നുള്ള വമ്പൻ പ്രകടനം നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അവരുടെ മുന്നേറ്റത്തിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം, അവരുടെ നായകൻ വരികയാണ്. ഹാരി കെയ്നാണ് നമ്പർ 9 താരം. ഹാരി കെയ്ൻ അവരുടെ മുന്നേറ്റത്തിൽ നിന്നുകൊണ്ട് ടീമിനെ ഗോളടിക്കേണ്ട പ്രധാന ഉത്തരവാദിത്വം ഹാരി കെയ്നിലാണ് വരിക. എന്തായാലും ഹാരി കെയ്നും സംഘത്തിനും കോങ്കോയെ എളുപ്പത്തിൽ അടിച്ചിടാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഇവരുടെ ഈ താരനിര അത് വെച്ച്
വലിയ മാർജിനിൽ തന്നെ ഇംഗ്ലണ്ട് ജയിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.